ശാലി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃശ്ശൂരിലെ പുത്തൻ പള്ളിയുടെയും ബൈബിൾ ടവറിൻ്റെയും കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബൈബിൾ ടവറിലെത്താൻ 1 കിലോമീറ്ററും തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബൈബിൾ ടവറിലെത്താൻ 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസുമാണ് ഉള്ളത്. പുത്തൻ പള്ളിയുടെയും ബൈബിൾ ടവറിൻ്റെയും വീഡിയോകൾ 2 ദിവസങ്ങളായാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തൃശ്ശൂർ നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന സീറോ മലബാർ കത്തോലിക്ക ദേവാലയമാണ് പുത്തൻപള്ളി എന്നറിയപ്പെടുന്ന വ്യാകുല മാതാവിൻ്റെ ബസിലിക്ക. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ദേവാലയമാണ് ഇത്. ഗോത്തിക് വാസ്തുശൈലിയിൽ പണിതീർത്തിട്ടുള്ള ഈ ദേവാലയത്തിൻ്റെ ആകെ വിസ്തീർണം 25,000 ചതുരശ്ര അടിയാണ്. ഉയരത്തിൽ ഇന്ത്യയിൽ 1ാമതും ഏഷ്യയിൽ 3ാമതുമാണ് ഈ പള്ളി. 146 അടി വീതം ഉയരമുള്ള 2 മണിഗോപുരങ്ങളും 260 അടി ഉയരമുള്ള ബൈബിൾ ടവറും ചേർന്നതാണ് ഈ പള്ളിയുടെ ഘടന. ഇടവകയും യഥാർത്ഥ പള്ളിക്കെട്ടിടവും 1814 സ്ഥാപിതമായത്. കോട്ട കവാടത്തിനുള്ളിലെ തൃശ്ശൂരിലെ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളിയാണിത്. പ്രധാന അൾത്താര കൂടാതെ ഈ പള്ളിയിൽ 5 ചെറിയ അൾത്താരകളും ഉണ്ട്. തൃശ്ശൂർ പട്ടണത്തിൽ എവിടെ നിന്നാലും കാണാൻ സാധിക്കുന്ന ബൈബിൾ ടവറാണ് ഇത്. ഈ നിർമ്മിതി 2007 ജനുവരി 7 ഉദ്ഘാടനം ചെയ്തത്. തൃശ്ശൂരിലെ ഏറ്റവും വലിയ പുണ്യസ്ഥലങ്ങളിലൊന്നായ ബൈബിൾ ടവറിന് 140 അടി വീതം ഉയരമുള്ള 2 ഗോപുരങ്ങൾക്ക് പിന്നിൽ 260 അടി ടവറിലാണ് പ്രൗഢിയോടെ നിലകൊള്ളുന്നത്. രാവിലെ 9 മണി മുതൽ 6 മണി വരെയാണ് വിസിറ്റിംഗ് ടൈം. തിങ്കളാഴ്ച ദിവസം അവധി ദിവസമാണ്. 20 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. കുറഞ്ഞത് 3 പേരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ മുകളിലേക്ക് കയറ്റി വിടുകയുള്ളൂ. ലിഫ്റ്റിൽ നമുക്ക് മുകളിലോട്ട് പോകാം. 20ാമത്തെ നിലയിലാണ് ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങുന്നത്. വീണ്ടും മുകളിലേക്ക് 4 നിലയുണ്ട്. അതിലൂടെ നമുക്ക് നടന്ന് കയറാം. ഞങ്ങൾ ലിഫ്റ്റിൽ കയറിയപ്പോൾ വീണ്ടും 2 പേരൂടെ എത്തിയിട്ടുണ്ട്. അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്.
ഇവിടെ നിന്ന് നോക്കിയാൽ തൃശ്ശൂർ നഗരം മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കും. പുത്തൻപള്ളിയുടെ ഫ്രണ്ടിൽ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. അതാണ് ആൾക്കാരെല്ലാം കൂടി നിൽക്കുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തൃശ്ശൂരിലെ വടക്കുംനാഥ ക്ഷേത്രവും ആകാശപാതയുമൊക്കെ കാണാൻ സാധിക്കും. സാധാരണ നമ്മൾ നോക്കുമ്പോൾ കണ്ണുകൊണ്ട് വളരെ ചെറുതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വലത് സൈഡിൽ വടക്കുംനാഥ ക്ഷേത്രം കാണാൻ സാധിക്കും. അത് സൂം ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ ക്ലിയറായിട്ട് കാണാൻ സാധിക്കുന്നത്. കണ്ണിനേക്കാളും ക്യാമറയിൽ കുറച്ചുകൂടെ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻ്റാണ് ഇത്. ഇപ്പോൾ നമുക്ക് ശക്തൻ നഗറിലെ ആകാശപാതയും കാണാൻ സാധിക്കും. അതും മൊബൈലിൽ സൂം ചെയ്യുമ്പോഴാണ് നന്നായിട്ട് കാണാൻ പറ്റുന്നത്. അതുവഴി റോഡിലൂടെ ഓടുന്ന വാഹനങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഏറ്റവും മുകളിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കയറാൻ സാധിക്കില്ല. താഴേക്ക് നമുക്ക് നമ്മുടെ സൗകര്യം പോലെ നടന്നോ ലിഫ്റ്റ് വഴിയോ പോകാം. ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് കാണിച്ചു കൊടുക്കുകയാണ്. കണ്ണുകൊണ്ട് നോക്കി ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവസാനം മൊബൈൽ വെച്ച് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടി വന്നു. ഞങ്ങളിനി ബൈബിൾ ടവറിൽ നിന്ന് ലിഫ്റ്റ് വഴിയാണ് താഴേക്ക് ഇറങ്ങുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് സമയം പുത്തൻപള്ളിയുടെ ഫ്രണ്ടിൽ ഒരു സ്വീകരണം നടക്കുന്നുണ്ട്. അവിടെയും നിന്നതിന് ശേഷം തിരിച്ചു പോയി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. സീറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ തൃശ്ശൂർ അതിരൂപതയുടെ സ്വന്തമായ ബസിലിക്ക ഇടവകയുടെ പ്രിയപുത്രനായ പ്രിയപ്പെട്ട മാറാഫേൽ തട്ടിൽ മെത്രാപ്പോലീത്തയെ ഇവിടെ കൂടിയിരിക്കുന്ന ഈ അതിരൂപത കുടുംബത്തിന്റെ പേരിൽ ഞാൻ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ എല്ലാവരുടെയും പേരുകൾ ഇവിടെ വായിച്ചു കഴിഞ്ഞു. നമുക്കൊരു നല്ല കൈയ്യടി കൊടുക്കാം. ഞാൻ എല്ലാവരുടെയും പേരുകൾ ഇനിയും